ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ വെറും 3 തുളസിയില മതി. ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ ഈ ഒരു പ്രദക്ഷിണം കൊണ്ട് സാധിക്കും. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. നമുക്ക് ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ നിന്നും ആരംഭിക്കാം. ആദ്യം ഗണപതിയിൽ നിന്ന് തുടങ്ങണം. കയ്യിൽ കരുതിയ താമരമുട്ടോ കദളിപ്പഴമോ ഒരെണ്ണം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സമീപമുള്ള അത്തിമര ഗണപതിക്ക് സമർപ്പിക്കുക. നമ്മുടെ അച്ഛനമ്മമാരെ സ്മരിച്ചുകൊണ്ട് വേണം സമർപ്പിക്കാൻ. കാരണം അവിടെ ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലി ഒരു താമരപ്പൂവോ കദളിപ്പഴമോ ഗുരുവായൂരപ്പന് സമർപ്പിക്കണം. ഇനിയാണ് നമ്മൾ ഭഗവാന്റെ മഹാപ്രദക്ഷിണം ആരംഭിക്കാൻ പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം തേടി ശ്രീ നാരദ ഉവാച നമസ്തുഭ്യം ജഗന്നാഥ മമ നാഥ മമ പ്രഭോ ഭവരൂപതരോർബീജ ഫലരൂപ ഫലപ്രദ അബീജാജ പ്രജപ്രാജ സർവബീജ നമോസ്തുതേ സദ്ഭാവ. ഈ സ്തുതി നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലെങ്കിലും പാർവതീ ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഉമാമഹേശ്വര മന്ത്രമോ നമശിവായ മന്ത്രമോ അല്ലെങ്കിൽ വില്ലു അഷ്ടകമോ ചൊല്ലിയാലും മതി. മഹാപ്രദക്ഷിണത്തിൽ അവിടെയും ദർശനം നടത്താം. അത് കഴിഞ്ഞ് തൊട്ട് സമീപത്ത് തന്നെ നാരായണീയ ബുക്ക് സ്റ്റാൾ അല്ലെങ്കിൽ നാരായണീയ യജ്ഞ സമിതി കാണാം. മഹാപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തർക്ക് അവിടെ നിന്നും പണം കൊടുക്കാതെ ഒരു ഭഗവത്ഗീത ലഭിക്കും. ആ ഗീതയിൽ 204 പേജിൽ ഭഗവാന്റെ വിശ്വരൂപസ്തുതിയുണ്ട്. യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരാട് രൂപം കണ്ടു സ്തുതിച്ചു. ഭഗവാന്റെ പ്രത്യക്ഷ അനുഗ്രഹം ലഭിക്കുന്ന സ്തുതിയാണ് ഗീതയിലെ ഈ വിശ്വരൂപസ്തുതി. അതിനുശേഷം മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ണന്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൽ ഉണർത്തിയ ശേഷം ഇനിയാണ് ചുറ്റമ്പലത്തിലെ 18 പ്രദക്ഷിണവും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട അതീവ രഹസ്യമായ രാധാമന്ത്രവും ചൊല്ലേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഇനി രാധികാമന്ത്രം പറഞ്ഞു തരാം. ത്വം ദേവി ജഗദാം മാതാ വിഷ്ണുമായാ സനാതനി കൃഷ്ണപ്രാണാധിദേവീ ച കൃഷ്ണപ്രാണാധികാ ശുഭ കൃഷ്ണപ്രേമമയീ ശക്തി കൃഷ്ണ സൗഭാഗ്യരൂപി. അത്രയേറെ ഭഗവാന് പ്രിയപ്പെട്ടതാണ് രാധികാമന്ത്രം. ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദുഃഖ ദുരിതങ്ങളും ഓരോ പ്രദക്ഷിണങ്ങളിലും ഭഗവാന്റെ ശക്തി സ്വരൂപിണിയായ ശ്രീ രാധാദേവിയുടെ കൃപാകടാക്ഷം കൊണ്ട് ഭഗവാൻ മാറ്റിത്തരും.